ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു സ്നാക്സ് കഴിച്ചാലോ? വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ സ്നാക്സാണ്. ഒരുപാട് സാധനങ്ങളും വേണ്ട, വെറും മൈദമാവ്, തേങ്ങ, പഞ്ചസാര, ഈ 3 സാധനം കൊണ്ട് മാത്രം മതി. പെട്ടെന്ന് റെഡിയാവും ചെയ്യും. സിമ്പിൾ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദമാവ് എടുക്കുക. കുറച്ച് മൈദമാവ് എടുത്തിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ലൂസാക്കിയിട്ട് ഈ പരുവത്തിലാക്കിയെടുക്കണം. മാവ് കട്ട ഉടയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് മിക്സിയിൽ ഒന്നിട്ട് തിരിച്ചാൽ മതി, വെള്ളവും മാവും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട്. അപ്പോൾ ഇതതുപോലെ നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ റെഡിയായി കിട്ടും. പിന്നെ അപ്പം തന്നെ റെഡിയാക്കാം. മാവ് കലക്കി വെക്കുകയൊന്നും വേണ്ട, അപ്പം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പിന്നെ അത് ചൂടായി വരുമ്പോഴേക്കും നമുക്കിത് അതേപോലെ തേങ്ങയും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തെടുക്കുക. വെറും തേങ്ങയും പഞ്ചസാരയും മാത്രം മതി. അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനെ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കണം പറഞ്ഞാൽ ഇത് അതുപോലെ തേങ്ങ പഞ്ചസാര മാത്രം ഇട്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഇതെങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ അതൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് പാൻ ചൂടായിട്ട് അതിൽ ദോശ ഒഴിക്കണ പോലെ ഇങ്ങനെ ഒഴിച്ച് നൈസായിട്ട് ഒഴിക്കണം, കനം കുറച്ചിട്ട്. പിന്നെ 2 തട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ തടവി വെക്കണം. അത് ചുട്ടിടുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഇതൊന്ന് മൂടി വെക്കണം. മൂടി വെച്ചാൽ പെട്ടെന്ന് റെഡിയാകും. പിന്നെ അടുത്തത് ഒഴിച്ചിട്ട് ഇത് ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ ചെയ്യുമ്പോഴേക്കും അടുത്ത ദോശ റെഡിയാവും. അടുത്ത മൈദ ദോശ പെട്ടെന്ന് റെഡിയാകുന്ന സാധനമാണ്. വളരെ സിമ്പിളാണ്. ഒന്ന് ഇതുപോലെ ചെയ്ത് വരുമ്പോഴേക്കും അടുത്തത് റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ ഓരോന്നോരോന്നായി ആക്കിയിട്ട് ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. മുട്ടപ്പാലടയാണ് ഞങ്ങൾ പറയുക, നിങ്ങൾ എന്താണ് പറയുകയെന്ന് അറിയില്ല. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ സാധനമാണ്, വളരെ സിമ്പിളുമാണ്. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. സത്യം പറയാലോ എൻ്റെ പൊന്നോ, സൂപ്പർ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ സാധനമാണ്. അപ്പോൾ മറക്കണ്ട, എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ആൻഡ് കമൻറ്റ്. ഓക്കെ, ബായ്.